ദുബൈ പക്കുവട ഗല്ലിയെ അത്ര എളുപ്പം മറക്കാൻ നഗരവാസികൾക്ക് സാധിക്കില്ല. നേരത്തെയുടെ നിരവധി പക്കുവട കടകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മലയാളികളുടെ 2 കടകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അറബികൾക്ക് പോലും ഏറെ പ്രിയങ്കരമായ ആ പക്കുവട ഗല്ലിയിലൂടെയാണ് അടുത്ത യാത്ര. ദുബൈ ദേരയിൽ നിന്ന് ബർദുബയിലേക്ക് അബ്ര കടന്നു പോകുന്നവർ പരമ്പരാഗത സൂഖിന്റെ ഈ ഇടനാഴിയിലൂടെ ഒരിക്കലെങ്കിലും സഞ്ചരിക്കാതിരിക്കില്ല. എണ്ണയിൽ വറുക്കുന്ന ഒന്നാന്തരം വിഭവങ്ങളുടെ നറുമണം വീശുന്ന ഇടുങ്ങിയ പാത. ഇതാണ് ദുബൈയിലെ പക്കുവട ഗല്ലി. നാൽപ്പത്തിനാല് വർഷത്തിലേറെയായി ആധുനിക ദുബൈയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് ഈ കൊച്ചു പലഹാരപ്പുരകൾക്ക്. നേരത്തെ ഇത്തരം 5 കടകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ 2 എണ്ണം മാത്രമേ നിലവിലുള്ളൂ. അവ രണ്ടും മലയാളികളുടേതാണ്. തൃശൂർ ചാവക്കാട് അകലാട് സ്വദേശികളും മലപ്പുറം തിരൂർ സ്വദേശികളുമാണ് നടത്തിപ്പുകാർ. ദുബൈ നഗരത്തിലെ സ്വദേശി അറബികളും പ്രവാസികളും ആശ്രയിക്കുന്ന പക്കുവട ഗല്ലിയുടെ പ്രത്യേകത എന്താണെന്ന് ഇപ്പോഴത്തെ നടത്തിപ്പുകാരിൽ ഒരാളായ ഫൈസൽ പറയട്ടെ. സമൂസ, പിന്നെ പക്കവട ഗല്ലിക്ക് തന്നെ പറയപ്പെടുന്നത് പക്കവട ഗല്ലി എന്നാണ്. പിന്നെ ഇവിടുത്തെ കാട്ടിയും വില കുറവിലാണ് ഇവിടെ ഈ സാധനങ്ങൾ വിറ്റ് വരുന്നത്. ഗല്ലിയിലൂടെ കടന്നുപോകുന്നവർ മാത്രമല്ല ഇവിടുത്തെ പലഹാരങ്ങളുടെ ആവശ്യക്കാർ. ദുബൈയിലെ സർക്കാർ ഓഫീസുകളിലെ ഔദ്യോഗിക പരിപാടികൾക്ക് വരെ ഇവിടുത്തെ സമൂസയും പക്കുവടയും വേണം. നാട്ടിലേക്ക് പോയി വരുമ്പോൾ ദുബൈ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വരെ സമൂസ ദൂക്കാനിലെ ജീവനക്കാരെ തിരിച്ചറിയുമെന്ന് പറയുമ്പോൾ ഇവർക്ക് ഏറെ അഭിമാനം. പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട, സമൂസ, പക്കവട, മുളക് പൊരിച്ചത്, ഇതൊക്കെ തന്നെ മുനിസിപ്പാലിറ്റി ഇതിലേക്ക് കൊണ്ടുവന്നുണ്ട്. പിന്നെ എമിഗ്രേഷനിൽ കൊണ്ടുപോകുന്നുണ്ട്, കോടതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഈ സമൂസ പക്കവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. വിഭിന്നമായ ഭക്ഷണശീലങ്ങളുള്ള നാട്ടുകാരുടെ സംഗമ നഗരമാണ് ദുബൈ. അവരിൽ ഒട്ടുമിക്ക നാട്ടുകാരും ഇവിടെ വിഭവങ്ങൾ തേടി എത്തുന്നു എന്നതാണ് പ്രത്യേകത. റംദാൻ ദിനങ്ങളും വാരാന്ത്യ അവധി ദിവസമായ വെള്ളിയാഴ്ചയും ഗല്ലി പലഹാരപ്രേമികളെ കൊണ്ട് നിറഞ്ഞു കവിയും. ഫൈസലിന്റെ പിതാവ് മുഹമ്മദ് ഉണ്ണി തുടക്കമിട്ട കടയിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇപ്പോഴുമുണ്ട്. ഈ സഹോദരങ്ങളുടെ സഹവർത്തിത്വത്തിന്റെ കൂടി ഇടനാഴിയാണ് പക്കുവട ഗല്ലി. എന്നാൽ ദുബൈയിലെ കുത്തനെ ഉയരുന്ന വാടക ഇവർക്കും ഭീഷണിയാണ്. നേരത്തെ 5 എണ്ണം ഉണ്ടായിരുന്ന കടകൾ 2 ചുരുങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. കാലമേറെ മാറിപ്പോയപ്പോൾ ദുബൈ നഗരവും ഏറെ മാറി. പഞ്ചനക്ഷത്ര ജീവിതത്തിന്റെ വെള്ളി വെളിച്ചത്തിന് ചുവട്ടിലും ദുബൈ സായാഹ്നങ്ങൾക്ക് നാടൻ രുചി പകർന്ന് പക്കുവട ഗല്ലി സജീവമാണ്. ദുബൈയിലെ സമ്പന്നനും സാധാരണക്കാരനും ഒരുപോലെ ഇവിടേക്ക് കടന്നുവരാം. കാലം മായ്ക്കാത്ത രുചികൾ ഒരുക്കി സമൂസ ദൂക്കാനിലെ ഈ മനുഷ്യർ ഇവിടെ കാത്തുനിൽപ്പുണ്ട്.